ഹലോ ആ വിജയ് പറയ്. I was waiting for your call. എല്ലാം ഓക്കെ പവിത്ര. ആക്ച്വലി അത് ഒരു മലയാളി കുട്ടിയായിരുന്നു. വാട്ട് എ കോയിൻസിഡൻസ്. ഞാൻ കഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ റിലേറ്റീവ്സിന്റെ വെയർഅബൌട്ട്സ് എല്ലാം തപ്പിയെടുത്ത് അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എല്ലാം അവർ നോക്കിക്കോളും. വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. എന്നിട്ട് വിജയ് ഇപ്പൊ എവിടാ ഉള്ളത്? ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്താ വിജയ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ കാറിൽ ആ കുട്ടി ഇടിച്ചു തെറിപ്പിച്ചത്. അപ്പൊ അവളുടെ കാര്യത്തിൽ വിജയ്ക്ക് ഉണ്ട് റെസ്പോൺസിബിലിറ്റി. അല്ല അല്ലേലും ഈ ബിസിനസ്സുകാരെ പോലെ മനുഷ്യത്വമില്ലാത്ത വർഗങ്ങള്. വിജയ്ക്ക് വൈകി ആ കുട്ടി ഏത് ഹോസ്പിറ്റലിലേക്കാ കൊണ്ടുപോയെന്ന് പറഞ്ഞാ ഞാൻ പൊക്കോളാം അങ്ങോട്ട്. വേണ്ട വേണ്ട പവിത്ര പോണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. ഞാൻ വണ്ടി തിരിച്ചു കഴിഞ്ഞു. ഐ എം ഓൺ മൈ വേ ആക്ച്വലി. ഗുഡ്. കാശുണ്ടാക്കുന്നതിലല്ല വിജയ്, മനുഷ്യനാവുന്നതിലാ കാര്യം. പിന്നെ അതെനിക്കറിയാലോ. ഓഫ് കോഴ്സ്. എത്ര രാത്രിയായാലും ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ പവിത്ര, ഓക്കെ. അടുത്ത കുരിശ്. ഇതൊരുമാതിരി കോണാത്തിലെ ദിവസമായി പോയല്ലോ. ഹലോ, വിവരം കിട്ടിയോ? ആക്ച്വലി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനുണ്ടാവും. ഓക്കെ. പിന്നെ ഹോസ്പിറ്റലില് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയേണ്ടത്? ഐ മീൻ കുട്ടിയുടെ പേര്, എവിടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും. ഷീസ് എ നഴ്സ്. NHSന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ അവൾ ഇന്ന് ഉച്ചയ്ക്ക് നാട്ടിൽ നിന്ന് UK എത്തിയതേ ഉള്ളൂ. ഹർ നെയിം ഇസ് മെറിൻ എൽസ ജോൺ. ചേച്ചി കേട്ടപ്പള്ളി, ഞാൻ കരുതി ചേച്ചി എന്റെ കാര്യം മറന്നു കാണുമെന്ന്. അയ്യോ, അങ്ങനെ തന്നെ മറക്കാൻ പറ്റുമോ കൊച്ചേ? എന്തൊരു തണുപ്പാ ഗ്രേസി ചേച്ചി ഇവിടെ. ആഹാ, അപ്പൊ നീ ഇവിടുത്തെ ശരിക്കുള്ള തണുപ്പോണ്ട എന്തോ പറയും. ഇത് ഇവിടുത്തെ നോർമൽ ക്ലൈമറ്റാ. അയ്യോ അല്ല, നമ്മുടെ തമ്പിക്കുട്ടിച്ചാൻ ഇവിടെ. Hi baby, don't give me space. I will attend. Hello. Hey man. Hello. What are you doing? Hey, come on. Hey, come on. You scoundrel. Horrible. ദേ വരുന്നു നീ അന്വേഷിച്ച തമ്പിക്കുട്ടിച്ചായൻ. നിന്നെ കഷ്ടപ്പെട്ട് അന്വേഷിക്കാ പാവം. മോളെ മെറിനെ, എന്റെ കർത്താവേ, ഇത് ഏത് വഴിക്ക് വന്നു? പുള്ളി അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള വരവാ. നീ കരുതിയൊന്നു. മോളെ തമ്പിക്കുട്ടിച്ചായോ? മോളെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? പിന്നെ എന്നാ പോവാ. എന്ത് ഭംഗിയാ ഗ്രേസി ചേച്ചി ഇവിടെ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതെന്തോന്നേ, ബ്രിട്ടന്റെ ബ്യൂട്ടി കാണണേലേ അങ്ങ് കൺട്രി സൈഡിലോട്ട് ചെല്ലണം. ഒരു ദിവസം മോളെ തമ്പിക്കുട്ടിച്ചാൻ കൊണ്ടുപോ. എങ്ങനെയുണ്ട് തമ്പിക്കുട്ടിച്ചായ UK ഓൺലൈൻ പത്രപ്രവർത്തനമൊക്കെ? അത് പിന്നെ ഉഷാറല്ലയോ മോളെ. UK മലയാളികൾ കാലത്തെണീറ്റുന്ന അപ്പിടണൽ അവർക്ക് ഈ തമ്പിക്കുട്ടിയുടെ മലയാളിയായിട്ട് ബ്രിട്ടനിൽ അത് ഒക്കുകയില്ല. ശരിയാ, ആ സമയത്ത് വായിക്കാൻ പറ്റിയ സാധനം അത്. എന്തായാലും ഇങ്ങോട്ടുള്ള നിന്റെ വരവോടെ ജോണി പാപ്പന്റെ പ്രയാസമൊക്കെ മാറിക്കാണും അല്ലയോ? ഓ, എങ്ങനെ മാറാനാ ചേച്ചി? 10 കൊല്ലം ഞാൻ ഇവിടെ തന്നെ കടന്ന് മടച്ചാലും തീരാത്തത്ര കട ഇപ്പൊ തന്നെ ഉണ്ട്. അതിനിടയ്ക്ക് മാലുവിന്റെ പഠിപ്പും. നീ സമാധാനിക്ക്. എന്തായാലും നീ ആഗ്രഹിച്ച പോലൊരു ഫ്യൂച്ചർ തമ്പുരാൻ നിനക്ക് തന്നില്ലയോ? ഇനി ബാക്കി കൂടെ പുള്ളിക്കാരൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും.
എനിക്കറിയാവുന്ന 2-3 നഴ്സസ് എടുത്തിരിക്കുന്ന വീടാ. എല്ലാം മലയാളികളാ. ആ എത്തിയോ? ആ ഹലോ. ഹായ്. കാണാഞ്ഞപ്പോ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു ഗ്രേസിയെ. ഓ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നേ. എയർ ഇന്ത്യ ആയിരിക്കും, നോ ഡൗട്ട്. ആ അതെ. അച്ചായോ ആ? മോളിലാ റൂം. ഓ. ജെസ്സിയെ എന്നാ ഉണ്ട്? അച്ചായോ മരുന്നെ നാട്ടിന്ന് ആട്ടുകാലും താങ്ങിക്കൊണ്ടാണോ വന്ന്? മുടിഞ്ഞ വെയിറ്റ്. അയ്യോ. മെറിൻ, ഇത് ജെസ്സി. എന്റെ കൂടെ സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നതാ. നാട്ടിലെവിടെയാ ചേച്ചി? കൂത്താട്ടോളാം. ഓ ഹായ്. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നമുക്ക് വൈകിട്ട് വന്നിട്ട് ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം. ഓക്കേ, see you girls. See you. ഓ, സോറി, ഞാൻ അല്പം തിരക്കില്ല. കിച്ചണിൽ നിന്ന് എന്റെ ഷിഫ്റ്റാ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ. ഓക്കെ, യു ക്യാരി ഓൺ. ഓക്കെ. ആ ഞങ്ങളിപ്പോ ഇറങ്ങുവേ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. ആ കുറച്ച് കാശായത്. അടുത്ത മാസല്ലേ സാലറി കിട്ടുള്ളൂ. നീ ഇത് വെച്ചോ. മോളെ, നിന്നെ എന്റെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമില്ല. നിനക്കറിയാലോ അത് ശരിയാകില്ല. അതൊന്നും സാരമില്ല ചേച്ചി. You give us 22 minutes. We'll give you the world. 380, 400, 420, 440, 460, 480, 500. അയ്യോ, 500 പൗണ്ട്സോ? എന്നുവെച്ചാ 500 into 100, 50,000 രൂപ. ഹലോ ഹലോ ഗ്രേസി ചേച്ചി. ആ ഇരിക്കട്ടെ കൊച്ചേ. എന്തെങ്കിലും ഒരു ടൈറ്റ് വന്നാ എനിക്ക് നിന്നോടും ചോദിക്കാമല്ലോ. അടുത്ത മാസം മുതൽ നീ ആരാന്ന നിന്റെ വിചാരം? 2200 പൗണ്ടല്ലേ സ്റ്റാർട്ടിംഗ് സാലറി. ഓ, അത് നാട്ടിലെ പലിശക്കാർക്കൊന്നും ഉപ്പ് നോക്കാൻ പോലും ഇല്ല. അയ്യടി, മുൻകൂർ ജാമ്യം. ആ ശരി. മെറിൻ, ഞാൻ ഡ്യൂട്ടിക്ക് പോവാണേ. ഫുഡെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോണം. കഴിച്ചോളാം ചേച്ചി. ശരി, എന്നാ റെസ്റ്റ് എടുത്തോ, നാളെ കാണാം. ആ ചേച്ചി, ആ, ഞാൻ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ചോദിക്കുക. നിങ്ങളൊക്കെ ഇങ്ങനെയാ നാട്ടിലോട്ട് കാശ് അയക്കുന്നത്? തൊട്ടടുത്ത സ്ട്രീറ്റില് ഒരു മണി ട്രാൻസ്ഫർ ഉണ്ടേ, മുത്തൂറ്റിന്റെ. ഞാനൊക്കെ സാധാരണ അവിടുന്ന് അയക്കാറ്. ഓക്കെ ഓക്കെ.